FCRA ബില്ലിൽ നിന്ന് ലോക്സഭയിൽ ചർച്ചയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെയാണ് തീരുമാനം. FCRA ബില്ലിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, ഇന്നലെ ഉണ്ടായിരുന്ന നിലപാട് ഇനി ചർച്ചയില്ല, ആവശ്യത്തിനുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതാണ് എന്നുള്ളതായിരുന്നു കിരൺ റിജിജു അടക്കം വ്യക്തമാക്കിയത്. പക്ഷേ ചുവട് വെച്ചിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അടക്കം മനസ്സിലാക്കുന്നു BJPയുടെ കേന്ദ്ര നേതൃത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സഭകളുടെ പൊതുപ്രതികരണം എന്താണ്? മാധു, ഇക്കാര്യത്തിൽ സംസ്ഥാന BJP ആശയവിനിമയം കേന്ദ്ര BJP നേതൃത്വവുമായി നടത്തിയിട്ടുണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. പക്ഷേ അപ്പോഴും ഈ ആശങ്ക ഒഴിയുന്നു എന്ന് പറയാനാവില്ലല്ലോ. ഏതായാലും KCBCയും അല്പസമയത്തിനകം മാധ്യമസമ്മേളനം വിളിച്ചിട്ടുള്ളവർ വാർത്താ സമ്മേളനത്തിൽ നിലപാട് വിശദീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചി പാലാരിവട്ടത്തെ കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POCയിലാണുള്ളത്. സഭയുടെ നിലപാട്, അതായത് കത്തോലിക്ക സഭയുടെ നിലപാട് വിശദീകരിക്കും എന്ന് KCBC നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. വൈകാതെ മാധ്യമങ്ങളെ കണ്ട് അക്കാര്യം വിശദീകരിക്കാം എന്നവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടുമില്ല. നേരത്തെ KCBCയും CBCയും രണ്ടും കത്തോലിക്ക സഭയുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും പരമോന്നത സമിതികളാണ്. അവർ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഈ വകുപ്പ് മന്ത്രിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവിനും കത്തയച്ചിരുന്നു. ആ കത്തിൽ പ്രധാനമായും സഭകളുടെ ആശങ്കകളാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ന്യൂനപക്ഷ വേട്ടയ്ക്ക് ആയുധമാകുന്നു. ഒപ്പം ഈ കാര്യത്തിൽ ഈ ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ പിൻവലിക്കണം, ബില്ല് തന്നെ പുനഃപരിശോധിക്കണമെന്ന ശക്തമായ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഭാവിയിൽ ഇത് വലിയ തോതിലുള്ള ന്യൂനപക്ഷ വേട്ടയ്ക്ക് ആയുധമാക്കാൻ കഴിയും വിധം ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് പുനഃപരിശോധന വേണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ ആശങ്കകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കത്തയച്ചിട്ടുള്ളത്. കാണുമ്പോൾ പറയുന്നത് ഇത് ഇപ്പോഴുള്ള ഒരു പിന്മാറ്റം മാത്രമാണ്, അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു പിന്മാറ്റമാണ് എന്നുള്ളതാണ്. അത് ആ നിലയ്ക്ക് ഇവിടുത്തെ സഭകൾ പരിഗണിക്കുന്നുണ്ടോ, അതോ താൽക്കാലികമായി പിന്മാറുന്നതിനെ ആശ്വാസമായി കാണുകയാണോ? മാധു, ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചത്. ക്രൈസ്തവ സഭകളുടെ ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് ആശ്വാസകരം എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പറയുന്നു. ഭേദഗതി ബില്ലിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സഭ അവരുടെ മാധ്യമ വിഭാഗത്തിൽ നിന്ന് ഔദ്യോഗികമായി നമ്മളെ അറിയിച്ച കാര്യമാണ് പങ്കുവച്ചത്. പക്ഷേ ഇതിന്റെ ഗൗരവം ഏതായാലും അത് വളരെ ഗൗരവത്തിൽ തന്നെ, പ്രത്യേകിച്ച് ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇതിന്റെ അപകടങ്ങളെക്കുറിച്ച് വലിയ ലേഖനങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ആശങ്കയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായി ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരുന്നു എന്ന് വെച്ചാൽ അനിയന്ത്രിതമായ അധികാരം ജുഡീഷ്യറിക്ക് പുറത്ത് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുന്നവർ നേരിട്ട് എക്സിക്യൂട്ടീവിന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഏത് വിധത്തിൽ അതിന്റെ ദുരുപയോഗ സാധ്യതയുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. മറ്റൊന്ന് സ്ഥിരമായ ആസ്തികളുടെ ഏറ്റെടുക്കൽ എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകൾക്ക്, അതായത് NGOകൾ എന്ന് പറയുമ്പോൾ NGOകൾ എന്നത് ക്രൈസ്തവ സഭയിൽ ആ NGOകളുടെ തലപ്പത്തും സഭയുടെ തലപ്പത്തും ഒക്കെ ഏതാണ്ട് ഒരേ ആളുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഫലത്തിൽ സഭകളുടെ സ്വത്തുക്കൾ ഏത് സമയത്തും ഏറ്റെടുക്കപ്പെടാമെന്ന ആശങ്കയിലേക്ക് അവർ എടുത്തറിയപ്പെടുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഈ രൂപത്തിലുള്ള FCRA ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഈ രൂപത്തിലുള്ള ഏറ്റെടുക്കൽ ഭീഷണിയുടെ നിഴലിലാകുന്നു എന്ന വലിയ ആശങ്കയാണ്. അത് വലിയ ഒരു ആശങ്കയാണ്. അത്രയും വലിയ ഭീതി അതിന്റെ ഗൗരവത്തിൽ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇതിന്റെ തുടർന്നുള്ള പ്രതികരണങ്ങൾ സഭ എങ്ങനെയാകും ഇതിനെ കാണുക, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും തുടർന്നും, ഇപ്പോൾ ഇത് പരിഗണിക്കുന്നതും നീട്ടിവെച്ചാലും ഈ കാര്യത്തിൽ പുനഃപരിശോധനയോ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്ഥിരമായ ഏറ്റെടുക്കൽ അത് ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് പുറത്ത് ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നതൊക്കെയാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഏതൊരു വിഷയത്തിലും, അത് ഭൂമിയുടെയോ ലാൻഡിന്റെയോ സ്വത്തുവകകളുടെ കാര്യത്തിലാണെങ്കിൽ അത് സിവിൽ കോടതികളിലേക്ക് പോകേണ്ടതാണ്. അതിനും പുറത്തൊരു അധികാരം ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ലഭ്യമാകുന്നു. എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ആരോപിച്ചാൽ, സറണ്ടർ ചെയ്താൽ, പുതുക്കപ്പെടാതിരുന്നാൽ, FCRA ലൈസൻസോ രജിസ്ട്രേഷനോ ഈ വിധം പുതുക്കപ്പെടാതിരുന്നാൽ അതിൽ സംഭവിക്കുന്ന കാര്യം, അതിൽ ബാധ്യത ഉണ്ടാകുന്നത് മാത്രമല്ല സ്ഥിരമായത് ഏറ്റെടുക്കപ്പെട്ടു പോവുകയും അതിന്മേൽ പിന്നീട് അവർക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് എത്ര വലിയ ഡ്രാക്കോണിയൻ ബില്ലാണ് എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ സഭകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് അവർ ആ ആശങ്ക ആ വിധം തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു. നേരത്തെ സുറമലബാർ സഭയുടെ പ്രസിദ്ധീകരണമായ ദീപിക ഇപ്പോഴും ഇന്നും തുടർച്ചയായി ലേഖനങ്ങൾ ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രമാത്രം അപകടകരമാണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയിലെ പല ആളുകളുടെയും വിവരങ്ങൾ നൽകിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സഭാധ്യക്ഷന്മാർ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ്. വിവിധ സഭകളുടെ പ്രതികരണം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും.